PV അൻവർ തിരിച്ചു വരേണ്ട എന്ന നിലപാടില്ലെന്ന് KPCC മുൻ അധ്യക്ഷൻ കെ സുധാകരൻ. അൻവറിനെ തള്ളിയിട്ടും പുറത്താക്കിയിട്ടുമില്ല, കൂടെ നിർത്താൻ പരമാവധി ശ്രമിച്ചു. കഴിവും പ്രാപ്തിയും കാഴ്ചപ്പാടുമുള്ള അൻവർ തെരുവിലൂടെ നടക്കുന്ന രാഷ്ട്രീയ നേതാവായി മാറിയതിൽ ദുഃഖമുണ്ടെന്നും സുധാകരൻ പറഞ്ഞു. അദ്ദേഹം ഇന്ന് തെരുവിൽ നടക്കുന്ന ഒരു രാഷ്ട്രീയ നേതാവായി മാറി എന്നത് ദുഃഖകരമാണ്. അദ്ദേഹം ഇങ്ങനെ ആവണമെന്ന് ഞങ്ങൾ ആഗ്രഹിച്ചിട്ടേയില്ല. പ്രത്യേകിച്ചും ഞാൻ വ്യക്തിപരമായിട്ട് എനിക്ക് ബന്ധമുണ്ട് അൻവറുമായി. അദ്ദേഹം ഇങ്ങനെ ഒരു രാഷ്ട്രീയത്തിലെ പതനത്തിലേക്ക് എത്താൻ പാടില്ലായിരുന്നു എന്ന് ഇന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. കഴിവുണ്ട്, പ്രാപ്തിയുണ്ട്, അതിനുള്ള കാഴ്ചപ്പാടുകളുമുണ്ട് ആ ചെറുപ്പക്കാരന്. അവനെ രാഷ്ട്രീയത്തിന് വേണം എന്നതാണ് എൻ്റെ താല്പര്യം. അതുകൊണ്ട് ഈ ഇലക്ഷന് ഞാൻ ഈ പ്രസംഗം അദ്ദേഹത്തിന് വേണ്ടി ചെയ്യുന്ന പ്രസംഗമല്ല. പക്ഷേ അദ്ദേഹത്തെ ഞങ്ങൾ തള്ളിയിട്ടില്ല, അദ്ദേഹത്തെ പുറത്താക്കിയിട്ടില്ല. ഇനി അദ്ദേഹം തിരിച്ചു വരണ്ട എന്നൊന്നും ഞങ്ങൾ പറയുന്നില്ല. വിവരങ്ങളുമായി ശാന്തകുമാർ വെള്ളാലത്ത് ചേർന്നു. ശാന്തകുമാർ, ഗുഡ് മോർണിംഗ്. അതായത് ചർച്ചകൾ അവസാനിച്ചിട്ടില്ല, അൻവറിന് മുന്നിൽ വാതിലുകൾ UDF അടച്ചിട്ടില്ല എന്ന സൂചന തന്നെയല്ലേ, എന്ന പ്രഖ്യാപനം തന്നെയല്ലേ കെ സുധാകരന്റെ വാക്കുകൾ? തീർച്ചയായും സേതു, അങ്ങനെ തന്നെയാണ്. കെ സുധാകരൻ എക്കാലത്തും PV അൻവറിനെ സംരക്ഷിക്കുന്ന നിലപാട്, അല്ലെങ്കിൽ PV അൻവറിനെ അനുകൂലിക്കുന്ന നിലപാടാണ് സ്വീകരിച്ചിരുന്നത്. അത് തന്നെയാണ് ഇപ്പോൾ ഈ തെരഞ്ഞെടുപ്പിന്റെ ഘട്ടത്തിലും അദ്ദേഹം സ്വീകരിച്ചിരിക്കുന്നത് തന്നെ ഉറപ്പിച്ചു പറയാൻ കഴിയും. കാരണം കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി PV അൻവറുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യങ്ങൾക്കും മറുപടി പറയാൻ തയ്യാറാവാതെ നിൽക്കുന്നവരാണ് നിലമ്പൂരിലെ കോൺഗ്രസ് നേതൃത്വം. നിലമ്പൂരിലെ കോൺഗ്രസ് നേതൃത്വം എന്ന് പറഞ്ഞാൽ മുഴുവൻ കോൺഗ്രസ് നേതൃത്വവും ഇപ്പോൾ UDF നേതൃത്വവും ഇപ്പോഴുള്ളത് നിലമ്പൂരിലാണ്. അതിൽ KPCC അധ്യക്ഷനും അതുപോലെ തന്നെ UDF കൺവീനർ, മുതിർന്ന ഘടകകക്ഷി നേതാക്കൾ എല്ലാവരും ഇവിടെയുണ്ട്. അവരോടൊന്നും ചോദിക്കുമ്പോൾ PV അൻവർ എന്നുള്ള ഒരു പേര് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനൊരു മറുപടിയും പറയാൻ ആരും തയ്യാറല്ല. പക്ഷേ അതിന് വിപരീതമായിട്ടാണ് ഇന്നലെ ഒരു ചടങ്ങിൽ അദ്ദേഹം ബൂത്ത് കമ്മിറ്റി യോഗമാണ്. ആ യോഗത്തിൽ തന്നെ കെ സുധാകരൻ കൃത്യമായി പറയുന്നു, PV അൻവറിനെ ഞങ്ങൾ തള്ളിയിട്ടില്ല, അങ്ങനെ പുറത്താക്കിയിട്ടുമില്ല. അതിൻ്റെ ചർച്ചകൾക്കൊക്കെ ഇനിയും സാധ്യതകളുണ്ട് എന്ന് തോന്നിപ്പിക്കുന്ന വിധത്തിൽ തന്നെയാണ് അദ്ദേഹം പറയുന്നത്. അദ്ദേഹത്തിൻ്റെ സ്വാധീനം ഒട്ടും ചെറുതല്ല എന്ന് പ്രവർത്തകരെ ഓർമ്മിപ്പിക്കേണ്ട പ്രസംഗത്തിലുടനീളം അദ്ദേഹം പറയുന്നത്, നേരത്തെ PV അൻവർ വിജയിച്ചിട്ടുള്ളത് CPM-ന്റെ മാത്രം വോട്ട് കൊണ്ടല്ല, അൻവറിൻ്റെതായ വോട്ടുകളുണ്ട്. ആ വോട്ടുകൾ കൊണ്ടാണ് PV അൻവർ മണ്ഡലത്തിൽ വിജയിച്ചിട്ടുള്ളത്. അതുകൊണ്ട് അതൊരു നിസ്സാരമായി കാണാനാകില്ല എന്നതുൾപ്പെടെ വളരെ പ്രാധാന്യത്തോടു കൂടി വളരെ വിവാദമായ ഒരു പ്രസംഗം തന്നെയായിരുന്നു അദ്ദേഹത്തിൻ്റെ ഇന്നലെ. അതായത് PV അൻവറിനെ മറ്റ് UDF-ന്റെ നേതൃത്വം അല്ലെങ്കിൽ കോൺഗ്രസിന്റെ നേതൃത്വം എല്ലാം തള്ളി നിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ, അതായത് ആ വാതിൽ അടഞ്ഞു അല്ലെങ്കിൽ അതിനെ ഇനി സാധ്യതയില്ല എന്ന് പറയുമ്പോഴാണ് മുൻ KPCC പ്രസിഡന്റ് കെ സുധാകരൻ ഇത്തരത്തിലുള്ള ഒരു പരാമർശവും ഒരു വിവാദ പ്രസംഗവുമായി ഇപ്പോൾ വന്നിട്ടുള്ളത്. സേതു.